ആത്തി ഹായ്. ഏടുപ്പായ വാങ്ങുന്നേ? രസമുണ്ടോ? ഒന്ന് ചിരിക്കോ? ഫോട്ടോ എടുക്കട്ടെ? ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്കിവിടെ സുഖം സുന്ദരം. രാവിലെ തന്നെ ആദ്യമുള്ള സ്കൂളിലൊക്കെ വിട്ടിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ. വീടിനടുത്ത് തന്നെയുള്ള ഒറിയോൺ മോളിലാണ് വന്നത്. ഇവിടെ നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. എപ്പോഴും ഫോട്ടോയും വീഡിയോ എടുക്കുന്ന ഒരു അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെ ഗൈസ്, എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഫോട്ടോസ് എടുത്ത് വെക്കുന്ന അസുഖം മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് പ്രദർശിപ്പിക്കാനും തുടങ്ങി. ഇതിന്റെ വില ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴല്ല കേട്ടോ അറിയാം. കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ച ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ ആ ഒരു മൊമെന്റ്സ്, ആ സമയത്തുണ്ടായിരുന്ന നമ്മളുടെ ഒരു ഭാവം, നമ്മുടെ മാറ്റം എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും കേട്ടോ. ഞാനിത് പറയാൻ കാരണം ഞങ്ങൾ കുറച്ച് മുന്നേ ഒരു 4 വർഷം നമ്മുടെ കോവിഡിന്റെ ഒക്കെ മുന്നേ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം ചെറുതാണ്, ആദ്യക്ക് ഒരു 1.5 വയസ്സ്, ആദ്യയുടെ ഇത്രയേ ഉള്ളൂ ആദ്യം. ആ സമയത്തൊക്കെ ഞാൻ എടുത്ത് വെച്ച ആദ്യയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് ആ ഒരു മൊമെന്റ്സിലേക്ക് ഒന്നുകൂടെ പോകുന്ന പോലെയാണ് കേട്ടോ. കാലം എത്ര കഴിഞ്ഞാലും എന്താ പറയാ, ഒരുപാട് ആളുകൾക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീൽ വരുന്നതാണ് നമ്മൾ എടുത്ത് വെക്കുന്ന ഫോട്ടോയും നമ്മുടെ വീഡിയോയും ഒക്കെ. അപ്പോൾ പറ്റുന്നിടത്തോളം നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവളെങ്ങനെ കറക്റ്റ് ഈ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ അടുത്ത് വന്ന് നിൽക്കണേന്ന് കേട്ടോ ഞാൻ ആലോചിക്കുന്നത്. എല്ലായ്പ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഓട്ടം ആണെങ്കിലും ഇവരുടെ എന്തെങ്കിലും ഐറ്റംസ് കണ്ടാൽ അവൾ അവിടെ കുറച്ച് സമയം ഒന്ന് നിൽക്കും കേട്ടോ. വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കാനും ഒന്ന് സെലക്ട് ചെയ്യാനൊക്കെ നോക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. ശരിക്കും ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് പോകുന്ന സമയത്ത് ആർക്കാണോ സാധനങ്ങൾ വേണ്ടത് അവർ സെലക്ട് ചെയ്യുക, മറ്റേ ആൾ കുട്ടികളെ നോക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇവളുടെ പിറകെ ഇങ്ങനെ നടക്കുക. എന്താ പറയുക, ഇവിടെയുള്ള നമ്മുടെ സ്റ്റാച്യൂസ് ഒക്കെ അല്ലേ ഡ്രസ്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനെ നോക്കിയിട്ട് അവൾ നാട്ടിലുള്ള ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇത് ഉണ്ണിയാണോ, ഉണ്ണി ഉണ്ണി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ കളികളൊക്കെയാണ് നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇവൾക്കുള്ളത്. പിന്നെ ഏത് ചെറിയ ബോയ്സിനെ കണ്ടാലും അപ്പു എന്നാട്ടോ വിളിക്കുക. ഏട്ടൻ്റെ മോനാണ് അപ്പു. അപ്പോൾ അവൾക്ക് എല്ലാ ആൺകുട്ടികളും അപ്പുവാണ്. ഞാനെന്തോ കുട്ടികളുടെ ഡ്രസ്സ് കണ്ട് അവിടെ നിന്ന് കണ്ണെടുക്കാറില്ല കേട്ടോ, പ്രത്യേകിച്ചും പെൺപിള്ളേരുടെ, കാരണം അതാണല്ലോ നമ്മുടെ ഏരിയ. അങ്ങനെ അപ്സ്റ്റേറിലെ മൊത്തം ഓട്ട മത്സരവും കഴിഞ്ഞിട്ട് ആദ്യം എന്നെയും കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നേക്കാം കേട്ടോ. ഇവിടെ താഴെയും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ അധികവും ഷോപ്പിങ്ങിന് വരുന്ന സമയത്ത് നേരിട്ട് മാക്സിലോട്ടാട്ടോ വരിക. മാക്സിലെ കളക്ഷൻസ് നിന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും തൊട്ടപ്പുറത്ത് ഈസി ബൈ ഉണ്ടാവും. അധികവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറഞ്ഞ റേറ്റിന് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഇവിടെ കാണാറുണ്ട്. വന്ന സ്ഥലം ഏതായാലും മോശമില്ല കേട്ടോ. ഇവിടെ ഏതായാലും ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെയും ഷോപ്സ് ഉണ്ട്. അപ്പം ഇനി എന്ത് അത്യാവശ്യം വന്നാലും ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ ഈ ഒരു ട്രെയിൻ ഇത് കണ്ടപ്പോൾ തൊട്ട് ഇവൾ ഇതിൽ കയറാൻ വേണ്ടി കരയായിരുന്നു കേട്ടോ. അതിനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അതിൽ കയറ്റാൻ നോക്കിയപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള കരച്ചിലായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് ആത്തി പെരും കരച്ചിലായിരുന്നു. ഈയിടെയായിട്ട് ആത്തിക്കുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ. അപ്പം നമ്മുടെ കാറിലല്ലാതെ വേറൊരു വണ്ടിയിലോ ആത്തി കയറില്ല. അങ്ങനെ നമ്മൾ വണ്ടിയിലോട്ട് പോകുമ്പോൾ തന്നെ അവൾ കരയാൻ തുടങ്ങും, വേണ്ട വേണ്ട എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി KFC ഒക്കെ കഴിച്ച് മെല്ലെ പോകാൻ നോക്കുക കേട്ടോ. ഞങ്ങളുടെ സ്ഥിരം പോളിസിയാണ് കാണാൻ ക്യാഷ് വേണ്ടല്ലോ എന്ന്. അപ്പം പിന്നെ മൊത്തം ഒന്ന് കറങ്ങി കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ കരച്ചിലിന് തൊട്ട് മുന്നിലുള്ള സ്റ്റേജ് ആട്ടോ ആത്തിയുടെ. അങ്ങനെ ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞ് തിരിക്കുന്ന സമയത്താണ് താഴെ നമ്മളൊരു ഫ്ലീ മാർക്കറ്റ് കാണുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ബാഗ്, ചപ്പൽസ്, ഹോം ആക്സസറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഇവിടെ ഒരുമിച്ച് വെച്ചേക്കുവാണ്. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കൂടുതലും വുഡൻ ഐറ്റംസ് ആട്ടോ ഉള്ളത്. അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകും. എപ്പോഴും പറയുന്ന പോലെ ടാറ്റാ ബൈ, സീ യു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.